പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. രാഹുലിനെ കൊല്ലണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് CS-ഉം അതുപോലെ തന്നെ രൂപയും മുന്നിലേക്ക് പോയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായുള്ള ഈ കാര്യം അറിയുന്നത് രാഹുലിനെ ആകെ ഞെട്ടിച്ചു കളയുന്നു. ഇതേ തുടർന്ന് രാഹുൽ പ്രകാശനെ ഫോൺ ചെയ്യുകയാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? പുറത്തിറങ്ങാൻ യാതൊരു വഴിയും കാണുന്നില്ലല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് ഇങ്ങനെ കാര്യങ്ങൾ പോകട്ടെ എന്നും CS നിന്നെ തിരഞ്ഞ് നടക്കുകയാണ് എന്നുള്ള കാര്യവും പ്രകാശൻ അറിയിച്ചിരിക്കുകയാണ്. കാര്യങ്ങൾ വളരെ സെൻസിറ്റീവാണ്. അതുകൊണ്ട് തന്നെ എടുത്തുചാടി നീ ഇമോഷണലായി ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോകുന്ന രാഹുൽ ഒളിവിൽ തന്നെ താമസിക്കാൻ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ്. പക്ഷേ ഇതേ തുടർന്നാണ് രാഹുലിന്റെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്നത് CS. ഇതോടെ ആകെ പകച്ചു പോകുന്ന രാഹുൽ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായി. പക്ഷേ CS-ഉം കൂട്ടാളികളും രാഹുലിനെ വളഞ്ഞതിനെ തുടർന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് രാഹുൽ. ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം മുന്നിൽ ബാക്കിയായതിനെ തുടർന്ന് CS-നോട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, ഞാനത് ഏറ്റുപറയാൻ തയ്യാറാണ്, എന്നോട് ക്ഷമിക്കണം CS, എന്നെ കൊല്ലരുത്. നീ എൻ്റെ സഹോദരിയുടെ ഭർത്താവാണ് എന്നുള്ള കാര്യം ആലോചിക്കണം. എടുത്തുചാടി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ. ഇത് കേട്ടതിനെ തുടർന്ന് ആ ഒരു സെന്റിമെന്റിന്റെ പുറത്തായിരുന്നു നീ ഇത്രയും നാൾ ജീവിച്ചത്. പക്ഷേ ഇപ്പോൾ നീ എൻ്റെ മകന് നേരെയാണ് കൈ ചൂണ്ടിയത്. അതുകൊണ്ട് തന്നെ നിന്നെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിന്റെ ജീവിതം ഇവിടെ അവസാനിക്കുകയായി എന്ന് വ്യക്തമാക്കുകയാണ് CS. നിന്നെ കൊന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് പോവുകയുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാണത്. നിന്നെ കൊല്ലുന്നതില് യാതൊരു പ്രശ്നവും ഇല്ല എന്നുള്ള കാര്യം അവളും വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി നിനക്ക് രക്ഷയില്ലടാ. നിന്റെ അന്ത്യം ഇവിടെ എത്തിക്കഴിഞ്ഞു എന്ന് വ്യക്തമാക്കിക്കൊണ്ട് CS ആക്രമിച്ചിരിക്കുകയാണ്. ഇപ്പോൾ അപ്രതീക്ഷിതമായുള്ള ഈ ആക്രമണത്തെ തുടർന്ന് ഒടുവിൽ രാഹുൽ മരിക്കുകയായി. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.